the strip with the top. ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം, ഐ തിങ്ക് ഒരു 3-4 മന്ത്സിനൊക്കെ ശേഷമാണ് ഒന്നും ഒരു ലോങ് വീഡിയോ ചെയ്യേണ്ടത്. ആൻഡ് ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ ബർത്ത്ഡേ അല്ല, ഇറ്റ്സ് മൈ 30th ബർത്ത്ഡേ ടുഡേ. ആൻഡ് ഐ എം ഫീലിംഗ് എന്താ പറയുക, ഇപ്പോൾ 30 years ആയത് എന്നുള്ള ഒരു ഇതെനിക്ക് വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ബാക്കിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവില്ലേ, അവിടെ TV ഓണാണ്. ചേട്ടൻ കിടന്ന് അവിടെ മീൻസ് എന്തോ ഒരു സീരീസ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 30 years. ഓക്കെ, സോ 30 years എങ്ങനെ എത്ര കടന്നു പോയി എന്നുള്ള ഒരു കാര്യം എനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ബർത്ത്ഡേസിന് ഞാൻ എക്സൈറ്റഡ് ആവാറുണ്ട്, ബട്ട് ദിസ് ബർത്ത്ഡേ ഈസ് കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് സ്പെഷ്യൽ ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വലിയ സെലിബ്രേഷനൊന്നുമില്ല. വി തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ ലഞ്ച് ആൻഡ് പുറത്ത് സിറ്റി സെൻറ്റർ എവിടെയെങ്കിലും പോവാം ഉണ്ട്. അപ്പോൾ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് മേടിച്ച് തരാം. അവർ പിന്നെ ഷോപ്പിംഗ് പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിന്ന് ഒന്ന് പുറത്ത് പോവുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡോക്യുമെൻറ്റ് ദിസ് ഡേ, മൈ 30th ബർത്ത്ഡേ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രോ പാർട്ട്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ കുളിച്ചൊക്കെ വന്ന് മുടിയൊക്കെ ജസ്റ്റ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 12:30 എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ റെഡി ആയിട്ട് പോണതായിരിക്കും. ഇവിടെ ഭയങ്കര ചൂടാണ്, ചൂട് നല്ലോണം തുടങ്ങിയിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ലെവലൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ലോണം റൈസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്ഡേറ്റ്. അത് കാരണം നമുക്ക് ഈ ചൂടായതുകൊണ്ട് ഔട്ട്ഡോറൊന്നും ഓവർ പോകാനൊന്നും പറ്റില്ല. ഇൻഡോർ ആയിട്ടുള്ള ഈ മോള്, എ സി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ നെയ്ബർ, എൻ്റെ ഫ്രണ്ട് ഇവിടെ, ഞങ്ങളിപ്പോൾ ഒരു കുറച്ച് പേര് ഇവിടെ നല്ലോണം പരിചയമായിട്ട് ലൈക്ക് ഫാമിലി ഹിയർ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയത് മീൻസ് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആര്യ എന്ന് പറയും, ആര്യ എനിക്ക് തന്നെ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഡ്രോയിങ് പാഡ്, പിന്നെ ഒരു മറ്റേ ഗോഷ് കളർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെറ്റ്. സോ ഞാൻ വരയ്ക്കാറുണ്ട് എന്ന് അവൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന് രാവിലെ തന്നെ ഗിഫ്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഐ എം വെരി ഹാപ്പി ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ. അപ്പോൾ ആര്യ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വൺ. ഓക്കെ, യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെന്താ, അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി റെഡിയൊക്കെ ആയ ശേഷം കാണാം. പക്ഷേ ഞാൻ ഈ ഒരു പാൻറ്റാണ് കേട്ടോ വേറെ ചെയ്യാൻ പോകുന്നത്, കാരണം നല്ല ചൂടാണ്. ജീൻസ് ആണെങ്കിൽ ഭയങ്കര ഇറുകി കിടക്കും. കാരണം ഇതാകുമ്പോൾ നല്ല സുഖമാണ്, നല്ല മെറ്റീരിയലുമാണ് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതിവിടെ റെഡ് ടാഗും ഉണ്ട്, സംഭവം ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ ഷർട്ട് വെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ റെഡിയായി, വാച്ച് ഇട്ടു, ഇയറിങ്സ് ആൻഡ് അത്ര ഉള്ളൂ. ഫോണിനെ കിട്ടി, കാരണം ക്ലിപ്പ് ഇട്ടാലും ഷാമ്പു ഇട്ട മുടിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചറപറയെന്നാവും. പിന്നെ ബെറ്റർ ടു ഡു എ പോണി. ആൻഡ് ഈ ഡ്രസ്സിന് ചേരുന്നുണ്ട് പോണി ടെയിൽ. ഓക്കെ, ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല, കാണില്ല അതൊക്കെ മതി. ഞാൻ താഴെ കൂടെ കണ്ണെഴുതി ചെറുതായിട്ട്, കാരണം എൻ്റെ കണ്ണെന്തോ ഞാൻ ഉറങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഗുഡ്.
ഈ ലിപ് ഷെയ്ഡിൻ്റെ പോയി ഷർട്ടും തന്നെ ചേരുന്നുണ്ടല്ലേ. ഈ ലിപ് ഷെയ്ഡിന് യൂസ് ചെയ്യാം, നന്നായിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചൂടാകണ്ടില്ലേ, പുറത്തുള്ള അവസ്ഥ കണ്ടോ, ഭയങ്കര ചൂടാണ്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്ത് പോയാലും എല്ലാം ഒലിച്ച് പോവും, അമ്മാതിരിയുള്ള ചൂടാണ്. പിന്നെന്താ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോളുടെ ഉള്ളിലാണ് പോണ്, അത് കാരണം വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അവിടെ എത്തി നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അതൊക്കെ കാണിച്ചിട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കറി ലീവ്സിലാണ് കേട്ടോ. കറി ലീവ്സിൽ ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഊണും ഒരു പ്രോൺസ് ഫ്രൈ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് വണ്ടി പിടിച്ച് മെട്രോയിൽ പോയി അവിടുന്ന് സിറ്റി സെൻറ്റർ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി, മെട്രോ കയറി. സത്യം പറഞ്ഞാൽ വെളിയിലുള്ള ചൂട് കാരണം ഇപ്പോൾ മെട്രോൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്, കാരണം ഉള്ളിൽ ഫുൾ AC ആണല്ലോ, അപ്പോൾ നല്ല സുഖമാണ്. അങ്ങനെ കുറച്ച് സ്റ്റോപ്പുകൾ കഴിഞ്ഞ ശേഷം നമ്മൾ സിറ്റി സെൻറ്റർ എത്തി. സിറ്റി സെൻറ്റർ എനിക്ക് ഡേ ടൈം വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, കാരണം പുറത്തുള്ള ഇങ്ങനെ വ്യൂ ഒക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റും. ആ ഒരു ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഫസ്റ്റ് സ്റ്റോറിൽ ഇങ്ങനെ കയറിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫ്ലൈയിങ് ടൈഗർ എന്ന് പറയുന്ന സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ ഡെസ്ക് മേക്ക് ഓവർ എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ കിട്ടും. പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നോക്കാനായിട്ട് ചുമ്മാ പോയതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ R&Bയിലേക്കാണ് പോയത്. എനിക്ക് ബർത്ത്ഡേ ആയിട്ടൊരു ഡ്രസ്സ് എടുത്തു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ R&B പോയി, പക്ഷേ എനിക്ക് അവിടെ ഒന്നും അത്ര ഇഷ്ടമായില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് പറ്റിയ എനിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ റെഡ് ടാഗിലേക്കാണ് കേട്ടോ പോയത്. പക്ഷെ അതിന് മുന്നേ ഇവിടെ ഒരു കീ ചെയിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ക്യാമറ കണ്ടു കേട്ടോ. ക്യാമറ ഇത് കീ ചെയിനാണ്, പക്ഷെ അതിങ്ങനെ നമ്മൾ ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, അങ്ങനത്തെ ഒരു സൗണ്ട് വരും. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റെഡ് ടാഗിൽ പോയി. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മേലത്തെ ഭാഗം ഇച്ചിരി ലൂസ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്തു. ഈ ഡ്രസ്സ് ഏട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ വേറെ ഡ്രസ്സ് എടുത്തു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു, അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ ക്രോക്കറി സെറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണെന്നല്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ പോയത് പിന്നെ മൊമോസോയിലേക്കാണ്. മൊമോസോയിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ പ്ലഷീസ്, സ്റ്റേഷനറി, ഇവിടെയും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുക. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അടിപൊളി സാധനങ്ങൾ പുതിയതായി അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഇഷ്ടംപോലത്തെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള പെന്നൊക്കെ കിട്ടും കേട്ടോ, ഭയങ്കര ക്യൂട്ട്. ഇതൊക്കെ ഒരു പെന്നാണ്, പിസ്സ ഷേപ്പിലുള്ള പെന്ന്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയി ഏകദേശം എന്താ പറയുക ഈവനിങ് ആയി കേട്ടോ. അവിടേക്ക് ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ നേരെ മേലെ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും ഒരു വട, പരിപ്പ് വട, ഉഴുന്നുവട എങ്ങാണ്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇതാണ് സിറ്റി സെൻറ്ററിൻ്റെ ഏറ്റവും മേലെ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. നമ്മൾ പോയിട്ട് എത്തി. ആക്ച്വലി നടന്ന് ഒരുപാട് ഇളകി, സത്യം പറയാമല്ലോ. കാരണം നമ്മൾ ഊണ് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയതല്ലേ. അപ്പോൾ ഐ തിങ്ക് എത്ര മണിക്ക് അങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 1:30 എങ്ങാണ്ട്
ആയി. അവിടുന്ന് ഊണൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2:15 അല്ല 2:30 ആ ഒരു സമയമാകുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് എത്തുന്നത്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 8:30 ഞങ്ങൾ എത്തിയത് ഒരു 7:45 ആ ടൈമിലൊക്കെ. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ എന്താ പറയുക ഒന്ന് ലഞ്ചിനൊക്കെ പോയി. കുറേ ആയി നമ്മൾ ലഞ്ചിനൊക്കെ പുറത്ത് പോയിട്ട് തന്നെ. അപ്പോൾ എൻ്റെ പിറന്നാൾ കഴിഞ്ഞു കേട്ടോ, നാളെ കഴിഞ്ഞു. ഇത് ഡേറ്റാണ്. സോ നാളിന് ഞാനങ്ങനെ സദ്യ വയ്ക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. സോ ഐ വാണ്ടഡ് ടു ഹാവ് ഇലയിലൊക്കെ വിളമ്പി അങ്ങനെ കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ലഞ്ചിന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ്. അതുകൂടാതെ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഔട്ടിങ് പോലെ ആയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. സോ എനിക്ക് കുറേ മെസ്സേജസും എന്താ പറയുക കുറേ പ്രതീക്ഷിക്കാതെ കുറേ ഗിഫ്റ്റും അങ്ങനെയൊക്കെ കിട്ടി. ഇപ്പോൾ അവിടെ പോയിട്ടും ചേട്ടൻ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറേ ഡ്രസ്സ്, പിന്നെ ബാഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഓക്കെ, സോ എനിക്കിഷ്ടപ്പെട്ട രീതിയിലൊരു ഡേ പോയി എന്നാണ്. എന്നാൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹാൻഡ് ബാഗാണ്. അടിപൊളിയായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വാട്ടർ സ്ലിംഗ് ബാഗ്. വലിയ ബാഗുകളുണ്ട്, പക്ഷേ എനിക്ക് വലിയ ബാഗുകൾ ഡെയിലി തൂക്കി പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ചെറിയ ബാഗ്സിനോടാണ് താല്പര്യം. ആൻഡ് നല്ല ബാഗല്ലേ ഇത്, ഭയങ്കര എൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഏട്ടൻ്റെ വകയാണ് കേട്ടോ ഗിഫ്റ്റ്. പിന്നെ മെയിൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൽ കാണുമ്പോൾ എത്ര ഇത് കളറൊന്നും അത്ര ഭയങ്കര ഡിമ്മായിട്ട് തോന്നി, പക്ഷേ ഇത് നല്ലൊരു കോഫി കളറാണ് കേട്ടോ റിയലായി കാണുമ്പം. ആൻഡ് ഞാനിത് ചുമ്മാ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കും, പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പോൾ. ഓക്കെ, ആൻഡ് ഇതാണ് മെയിൻ ഗിഫ്റ്റ് കേട്ടോ. അതാണ് മെയിൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കെ, ഇത് ഒരു ഗിഫ്റ്റ്. ആക്ച്വലി ഞാൻ ഇത്രയൊക്കെ ഗിഫ്റ്റ് മേടിക്കാനായിട്ടൊന്നും അല്ല പോയത് സത്യം പറഞ്ഞാൽ. പിന്നെ മേടിച്ച് വരുമ്പോൾ കുറേ ഗിഫ്റ്റ് അങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. മെയിൻ ഗിഫ്റ്റ് ഇതും ഈ ബാഗുമാണ്. അതിനുശേഷം പിന്നെ അവിടെ വേറെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു 2 ടീഷർട്ടൊക്കെ എടുത്തു. ടീഷർട്ട് പ്രിറ്റിയല്ലേ, നല്ല പിങ്ക് കളർ ഉള്ള ഒരു ടീഷർട്ട്. പിന്നെ ഇത് ഒരു ക്രീം കളർ. ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത് ബാക്കിൽ ഈ പ്രിൻ്റാണ്. എനിക്കിങ്ങനത്തെ ലൂസ് ടീഷർട്ട്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ടൈറ്റിനെക്കാട്ടിലും. അപ്പോൾ ഈ 2 ടീഷർട്ട്സ് വാങ്ങി. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ 2 പാൻറ്റ്. ആക്ച്വലി നല്ല സമ്മർ സെയിൽ നടക്കുകയാണ് ഇവിടെ എല്ലാവിടെയും, കുറേ കടകളിലൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്ററിൽ തന്നെ ഇഷ്ടംപോലെ കടകളിൽ ഇങ്ങനെ സമ്മർ സെയിൽ നടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ എടുത്തിട്ട് പോകാം എന്നൊരു ഇതിൽ ഞാൻ 2 പാൻറ്റ് ഇങ്ങനത്തെ വീട്ടിലിടാൻ പറ്റിയ 2 ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല ക്യൂട്ട്, നല്ല ഒരു ടെഡി ബെയർ ഇതിൽ വരുന്നൊരു ഇതാണ്. ഓക്കെ, പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ എൻ്റെ ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ തന്ന ഗിഫ്റ്റ്, മറ്റേ ആർട്ട് സെറ്റ്, മറ്റേ ഇത് എന്താണ് പറയുക, ആർട്ട് പാഡും മറ്റേ ഗോഷ് പെയിൻറ്റും ഉള്ള ഒരു സെറ്റ്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, ഒരു സാധനം കൂടിയുണ്ട്. പിന്നെ ഈ ഒരു ചെടി. ഓക്കെ, ആക്ച്വലി ഞാൻ ചെടി മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഇവിടെ നമ്മൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കട തുടങ്ങിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ. നമ്മൾ ചുമ്മാ അങ്ങനെ കയറി നോക്കിയപ്പോൾ ഒരു ചെടി ഇങ്ങനെ കണ്ടു. കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ചെടികളുണ്ട്. അവരെനിക്ക് കുപ്പിയോടൊപ്പം ഈ ചെടി തന്നു. ഞാൻ വിചാരിച്ചു ഈ ചെടി മാത്രമേ തരുള്ളൂ, പക്ഷെ അവരെനിക്ക് കുപ്പിയോടൊപ്പം തന്നു. നല്ല സാധനം കേട്ടോ. ഇത് മറ്റേ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്, മറ്റേ ആരോ ഹെഡോ അങ്ങനെ എന്തോ പറയുന്നത്.
സോ ഒരു പ്ലാന്റും കൂടെ കിട്ടി എനിക്ക് ബർത്ത്ഡേക്ക്. പ്ലാന്റ് മേടിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ പ്ലാന്റ് കിട്ടി. നല്ല ഹെൽത്തി പ്ലാന്റ് കേട്ടോ. അതുകൊണ്ട് രസമല്ലേ? എൻ്റെ ഡെസ്കിലോ എവിടെയിലോ ഒക്കെ ഒന്ന് വെക്കണം. എൻ്റെ ബോട്ടിലും എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ചെടിപ്രാന്തി ഇച്ചിരി കൂടുതലായതുകൊണ്ട് എവിടെ ചെടി കണ്ടാലും ഞാൻ ചില സമയത്ത് മേടിക്കും. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചെടി മേടിക്കലില്ല. കാരണം ഓൾറെഡി ഉള്ള ചെടികൾ നമ്മളിവിടെ ഇപ്പോൾ കാരണം നല്ല ചൂടായതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടാണ്. പിന്നെ ഇവരൊക്കെ ഒന്ന് ലൈറ്റൊക്കെ കൊള്ളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ വർക്കിംഗ് ഡെസ്കിൽ തന്നെയാണ് ഇവർക്ക് ലൈറ്റൊക്കെ കിട്ടാനായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കേണ്ടത്. അവരൊക്കെ വേറെ എവിടേക്കെങ്കിലും ഇത്തിരി ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ആക്കണം എന്ന് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാന്റും കൂടെ എനിക്ക് ബർത്ത്ഡേ ആദ്യമായിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ചെടിയൊക്കെ കിട്ടണത് കേട്ടോ. സോ യെസ്, അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. ഓക്കെ, മറ്റേ ഗിഫ്റ്റ് നിങ്ങൾ ഓൾറെഡി രാവിലെ കണ്ടല്ലോ. അത്രയേ ഉള്ളൂ. സോ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ബർത്ത്ഡേ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ഗിഫ്റ്റ്. ഓക്കെ, ആൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ചെറിയ വീഡിയോ ആണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എൻ്റെ 30th ബർത്ത്ഡേ ഞാൻ എന്താ ചെയ്ത് എന്നുള്ള ഒരു ഇതെനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതന്നെ എല്ലാം എന്താ പറയുക, എല്ലാവരോടും ബിഗ് താങ്ക് യു ഫോർ ദ വിഷസ്. പാരൻസ്, മൈ ഫാമിലി, ഫ്രണ്ട്സ്, എല്ലാവരും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അത്ര ഉണ്ടായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വെച്ചു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. ഓക്കെ, ആൻഡ് ഡു സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വീഡിയോസ് കൊണ്ടുവരാൻ നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് ഇടാനായിട്ട്, എസ്പെഷ്യലി ലോങ് വീഡിയോസ്. ഞാൻ ഐ തിങ്ക് ഈ മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിരുന്നു. പക്ഷേ എന്തോ ഒരു മടി കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ആ ഒരു ടച്ച് വിട്ടുപോകും, അത് പ്രശ്നം. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.